ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മോയ്സ്ചറൈസർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. മോയ്സ്ചറൈസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പാണ്. മോയ്സ്ചറൈസിങ് സ്കിൻ കെയറിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ക്ലെൻസിങ്ങും ടോണറും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്തുള്ള പോഴ്സ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ആകും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒത്തിരി ഡസ്റ്റും ഡേർട്ടും ഒക്കെ കയറിക്കഴിഞ്ഞ് പിമ്പിൾസ്, ആക്നി അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ മോയ്സ്ചറൈസിങ് സഹായിക്കും. അതുപോലെ മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഫൗണ്ടേഷനോ BB ക്രീമോ CC ക്രീമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഫൗണ്ടേഷൻ ആയാലും BB ക്രീം ആയാലും നന്നായിട്ട് ബ്ലെൻഡ് ആകത്തുള്ളൂ. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ്. വീട്ടിൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ 1 സ്പൂണാണ് വേണ്ടത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഞാനിവിടെ 1 എടുത്തിരിക്കുന്നത്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ 2 ക്യാപ്സൂൾ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അലോവേര ജെൽ പിമ്പിൾസ് പോകാനും റിങ്കിൾസ് വരാതിരിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ റോസ് വാട്ടർ ഒരു നാച്ചുറൽ ടോണറാണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും നല്ലതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.